അപ്പം നമുക്ക് ഒരു ബലിപ്പെരുന്നാൾ കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇന്നുള്ളത് അല്ലയിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് പെരുന്നാളിന്, എൻ്റെ ചെറുപ്പം മുതൽ തന്നെ ഞങ്ങൾക്ക് പെരുന്നാളിന് പുട്ടും ബീഫുമാണ് ഉണ്ടാവുക. അപ്പം അതൊരു നൊസ്റ്റുവാണ്. അപ്പോൾ ഇപ്പം ഉള്ള കാരണം അതൊക്കെ നടക്കും, അല്ലാത്തപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കണക്കാണ് ലീവുള്ള ദിവസങ്ങളിൽ. അപ്പം ഉമ്മയോട് ഞങ്ങൾ പറഞ്ഞ് ഇന്ന് പുട്ടും ബീഫും മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മയും ഉപ്പയും കൂടെ കാലത്ത് തന്നെ പുട്ടും ബീഫൊക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴിച്ച് ഇവർ പള്ളിയിലൊക്കെ പോയി വന്ന് പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കായിരുന്നത്. അതൊക്കെ കഴിച്ച് കുറച്ചേരം ഇരിക്കുമ്പോഴത്തേലും പിന്നെ വെള്ളിയാഴ്ച ആയിരുന്നല്ലോ പെരുന്നാൾ UAE-യിൽ. അപ്പം ഞങ്ങൾ പിന്നെ ഇവർ പള്ളിയിൽ വീണ്ടും പോയി. ജുമക്ക് വേണ്ടി പോയ സമയത്ത് ഞങ്ങൾ തലേദിവസം ലൈറ്റ് ആയാലും എത്താൻ മൈലാഞ്ചൊക്കെ ഇടാൻ വേണ്ടിയിട്ടിരുന്നു. മൈലാഞ്ചൊക്കെ എല്ലാവരും കൂടെ മൂത്ത നാത്തൂന് നന്നായിട്ട് മൈലാഞ്ചി ഇടും. അപ്പം അവളുടെ മുന്നിൽ കൈ നീട്ടിയിട്ടിരിക്കുകയാണ് മൈലാഞ്ചി ഇട്ട് തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ മൈലാഞ്ചി ഇടലൊക്കെ കഴിയുമ്പോഴത്തേലും ഞങ്ങൾക്ക് അറവിൻ്റെ മട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ തൊട്ട വീട്ടിൽ നിന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പള്ളിയിൽ പോയപ്പോൾ നല്ല രസമുള്ള പള്ളിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പെരുന്നാസ്കാരത്തിന് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ജുമക്ക് പോകുമ്പോൾ ഞാനൊരു വീഡിയോ എടുക്കുമെന്ന് പറയണം, ഉള്ളിൽ കാണാനൊക്കെ നല്ല രസമുണ്ടെന്ന് പറയും. പക്ഷെ അതൊന്നും കിട്ടില്ല. അങ്ങനെ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ ഉമ്മയുടെ ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും മക്കൾ ഇവർ അബുദാബിയിലാണ്. അപ്പോൾ ഇവരിനൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവർ അബുദാബിയിൽ നിന്ന് അല്ല എനിക്ക് ബസ്സിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അവിടെ പോയിട്ട് എടുത്തിട്ട് ഇവർ നേരെ പള്ളിയിലൊക്കെ പോയി വന്ന് പിന്നെ നല്ല എമ്മി ആയിട്ടുള്ള ബിരിയാണി, മട്ടൻ ബിരിയാണി ഇരുന്നിട്ടാ ഉപ്പയും അമ്മയും കൂടെ തന്നെ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. അങ്ങനെ ബിരിയാണി ഫുഡ് കഴിക്കണൊക്കെ ഒരു തിരക്കായിരുന്നു. അപ്പൊ പെരുന്നാളായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്ലാൻ എവിടെ പോകും എന്നൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഞങ്ങൾക്കൊരു ഡെസ്റ്റിനേഷൻ കിട്ടി. ഞങ്ങൾ ടിക്ടോക്കും ഇൻസ്റ്റയൊക്കെ നോക്കി ഞങ്ങൾക്ക് ഒരു ഡെസ്റ്റിനേഷൻ കിട്ടി. അപ്പൊ പിന്നെ ചിന്തിക്കാൻ നിന്നില്ല, നമ്മൾ നേരെ അബുദാബിയിലേക്ക് വിടാന്ന് വിചാരിച്ചിട്ട് അബുദാബിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ എല്ലാവരും നിന്ന് ഫോട്ടോ, ഫാമിലിയും കപ്പിൾസായിട്ടും കുട്ടികളായിട്ടും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബുദാബിയിലെ മദീനത്ത് സായിദ് ഒയാസിസിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ശരിക്കും ഒരു ഒരു ട്രിപ്പ് ആയിരുന്നത്. കാരണം 3 മണിക്ക് ഞങ്ങൾ ഇറങ്ങിയെങ്കിലും ശരി, ഞങ്ങൾ എത്തിയത് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. 6 മണി 7 മണി ആയിട്ടുണ്ട്. പക്ഷെ വന്നപ്പോൾ കണ്ടത് ഇതാണ് അവസ്ഥ. ഒരു പാർക്ക്. ഞങ്ങൾ ശരിക്കും അവസ്ഥ തന്നെയായിരുന്നു. കാരണം മക്കളൊക്കെ നല്ലോണം എൻജോയ് ചെയ്ത്, ഒന്നും തന്നെ അവിടെ കാണാനൊന്നുമില്ല, ജസ്റ്റ് ഒരു പാർക്ക് മാത്രം. പിന്നെ ഫോട്ടോസ് എടുക്കുക, അത്ര മാത്രമേ തന്നെ ഉള്ളൂ അവിടെ, വേറെ ഒന്നുമില്ല. പിന്നെന്താ ഒരു വെള്ളച്ചാട്ടം പോലെ ഇതാ ഈ കാണുന്നത്, ഇതല്ലാണ്ട് വേറൊരു വസ്തു അവിടെ കാണാനില്ല നമുക്ക്. അപ്പം ഞങ്ങൾ ശരിക്കും എന്നിട്ട് ഈ പ്ലാനിട്ട ആൾക്കാരൊക്കെ കുറെ ഞങ്ങൾ കളിയാക്കി. എന്നിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ വിചാരിച്ചു ഇനി നല്ല ഫുഡ് കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു പോവാണ്. കാരണം അത്രയും ദൂരം ഇരുന്ന് വന്ന് നമുക്കൊന്നും കാണാനില്ലാത്ത കാരണം നമ്മൾ ശരിക്കും സാഡ് അടിച്ചിട്ടുണ്ടായിരുന്നിട്ട്. കാരണം ഇതാ ഈ ഒരു വെള്ളച്ചാട്ടം അല്ലാണ്ട് അവിടെ ഒന്നും കാണാനില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരിക ചെയ്തു.
വരുന്ന വഴിക്ക് നമ്മൾ നല്ല ഫുഡൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വന്ന ക്ഷീണം മാറ്റണ്ടേ, അല്ലാണ്ട് ഇങ്ങനെ പോക്ക്. പുറത്തുനിന്ന് ഫുഡ് അടി അത് മെയിനാണ്. അങ്ങനെ നല്ല എമ്മയായിട്ടുള്ള കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വരിക ചെയ്തത്. അങ്ങനെ ഒരു 3 മണി ആയി എടുക്കണം വീട്ടിലെത്തുമ്പോൾ. വീട്ടിലെത്തി പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടന്ന് 3 മണി 4 മണി ആയി കിടക്കുമ്പോഴത്തേലും. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ പേരുണ്ട്. നമ്മുടെ ഓഡിയൻസ് പോൾ നോക്കുമ്പോൾ 90% ആൾക്കാർ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.